നമസ്കാരം. Accelerator 70 ചാനൽ ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ടോർട്ടൽ കേബിൾ ചേഞ്ചാണ്. ആക്സിലേറ്റർ കേബിൾ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്സിലേറ്റർ കേബിളിൻ്റെ ക്ലാസിക് 500 ആണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിളിന് ആക്സിലേറ്റർ കേബിളിൻ്റെ വ്യത്യാസമുണ്ട്. അത് ഇതിൽ 2 കേബിൾ വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ആയിരിക്കണം ഇളക്കാനായിട്ട്. ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടുമ്പോഴത്തേക്ക് അടുത്ത ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് താഴെയും വരും. ഇത് ആക്സിലേറ്റർ വിടുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്താണ് ഇത് ഞാൻ പറയുമ്പോൾ വിടണേ. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഈ കേബിൾ നേരെ വലിക്കും. ആക്സിലേറ്റർ വിടുമ്പം ഇത് നേരെ റിലീസ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഇത് 2 കേബിൾ വരുന്നത്. കേട്ടോ, നമ്മൾ 350 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കേബിൾ ഇതിലും വരും, ഒരു കാർബേറ്ററിലും വരും, ഒരു കേബിൾ TP സെൻസറിലും വരുന്നതാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് നേരെ വന്നിട്ട് ഇവിടെയാണ് വരുന്നത്, ഈ ഭാഗത്തോട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് അടുത്ത് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. ഈ നെറ്റുള്ള ഭാഗമാണ് ഇത്, ഈ കേബിളാണ് താഴെ വരുന്നത്. കേട്ടോ, ഇത് നെറ്റില്ലാത്ത ഈ വരുന്ന ഭാഗം ഫ്രണ്ടിൽ വരുന്നതാണ് നേരെ മേളിലും വരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. പുതിയ കേബിളിൽ ഇളക്കുമ്പോഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്കത് കാണിക്കാം. അടുത്ത നമ്മുടെ വീഡിയോ കാണിക്കാം. ആദ്യം നമുക്കിതിൽ 3 സ്ക്രൂ ഉണ്ട്. ഒരു സ്ക്രൂ ഇവിടെ ഉണ്ട്, ആണല്ലോ കണ്ടേ. ഈ ഒരു സ്ക്രൂ ഇവിടെയാണ്, ഈ ഒരു സ്ക്രൂ ഇവിടെ ഉണ്ട്, ഒരു സ്ക്രൂ ഇതിനകത്തുമാണ്. കേട്ടോ, എന്നിട്ട് ഇതിനെ നമുക്ക് ലൂസ് ചെയ്ത് കൊടുക്കണം. ഈ കേബിൾ ഇതിനെ സ്റ്റേ ചെയ്തിരിക്കുന്നതാണ്. ഇതിനെ ലൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേബിൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആദ്യം ഈ സ്ക്രൂ ആണ് ഇളക്കുന്നത്. ഇത് ലൂസാക്കാം. ഇത് ലൂസാക്കി അടുത്ത അപ്പുറത്തതാണ്. അടുത്ത സ്ക്രൂ ഇതാണ്. കേട്ടോ, ഇത് ചെറിയ സ്ക്രൂ ആയിരിക്കും. നമുക്കിതിനെ ഈ നെറ്റ് ഞാൻ ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കാർബേറ്റർ ടോട്ടൽ ബോഡി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇളക്കിയതാണ്. അതുകൊണ്ട് ഇത് ലൂസാണ് ഈ നെറ്റ്. അപ്പോൾ അതൊക്കെ ഇവിടെ കൂടെ സ്ട്രൈറ്റായിട്ട് എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ എടുക്കാം. അതുപോലെ തന്നെ ഇതും. കുറച്ച് ബാഗിലോട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ റിലീസ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തൂടെയാണ് ഇതിൻ്റെ അടിയിൽ കൂടെയാണ് ഇതിവിടെ വരുന്നത്. ഇതാകണ്ടല്ലോ, ഈ കേബിൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടുന്ന് ഇളക്കുകയോ തിരിച്ചപ്പുറത്തുനിന്ന് ഇവിടുന്ന് ഇളക്കുന്നതായിരിക്കും നല്ലത്. ഓരോ കേബിളായിട്ട് നമുക്ക് ഇളക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഇതിൽ ഇപ്പോൾ ഫ്യൂസ് ഇതിൽ കണക്ഷനില്ല. കാര്യം ബാറ്ററി റിമൂവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിൽ കണക്ഷനില്ല. കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മാത്രം ഇളക്കണമെന്നുണ്ടെങ്കിൽ ഫ്യൂസ് ഇളക്കുകയോ അല്ലെങ്കിൽ ബാറ്ററിയുടെ വയർ ഡിസ്കണക്റ്റ് ചെയ്തിട്ട് എടുക്കുക. കാര്യം ആംബിയർ ഉണ്ടെങ്കിൽ ആംബിയറിൽ തട്ടി ഫ്യൂസ് പോകാൻ സാധ്യതയുണ്ട്. കേട്ടോ, ഇത് നമുക്ക് ലാസ്റ്റിൽ ഫിറ്റ് ചെയ്യാം. ശേഷം പാടാണ് ഇത് ഇളക്കി എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ എടുത്തത്. റബ്ബറിൻ്റെ ബീഡിങ് ഉണ്ട്. റബ്ബറിൻ്റെ ബീഡിങ്ങിൽ കൂടെ ഇതിനെ വെളിയിലെടുക്കുക. ഒന്നിനെ അങ്ങ് എടുത്തു.
ഇത് രണ്ടും ഇനി പോകുന്നതായിരുന്നു. ഇത് താഴത്തെ കേബിളാണ്. ഈ കേബിളിന് ഇവിടെ ഒരു നെറ്റ് വരും, 15-ൻ്റെയാണ് നെറ്റ്. പിന്നെ നമുക്ക് ഇളക്കുക, ലൂസായി കൊടുക്കണം. സ്വിച്ച് പതുക്കെ ഇവിടെ ഒരു ഹോളിലായിരിക്കും ഇതിൻ്റെ പിന്ന് വന്നിരിക്കുന്നത്. അത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം ഇളക്കേണ്ടത് നമ്മളെ ഫ്രണ്ട് വരുന്ന കേബിളാണ്. കേബിൾ നമുക്ക് പതുക്കെ നമുക്ക് റിലീസ് ചെയ്തെടുക്കാം. നമുക്ക് ഇളക്കേണ്ടത് ബാക്കിൽ വരുന്നതാണ് കേട്ടോ. അത് നമുക്ക് ഇളക്കിയെടുക്കും. ഇനി നമുക്ക് പുതിയ കേബിൾ എടുക്കാം. ഇതാണ് ടോട്ടൽ കേബിൾ, ആക്സിലേറ്റർ കേബിൾ. 320 രൂപയാണ് ഇതിൻ്റെ MRP വില. പാർട്ട് നമ്പർ 5810-18-C. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റി നമ്പർ 1 ആണ് കേട്ടോ. ഇതിൻ്റെ വില എന്നിട്ട് ഇതാണ്. നമുക്കിതിനെ കട്ട് ചെയ്യാം. കാണിക്കില്ല. അപ്പോൾ ഇതാണ് കേബിള്. അപ്പോൾ ഇതിൽ ഫ്രണ്ടിൽ ആദ്യം വരുന്ന കേബിൾ ഈ കേബിളാണ് കേട്ടോ. നെറ്റുള്ളത് ബാക്കിലാണ് വരുന്നത്, ഇത് ഫ്രണ്ടിലാണ് വരുന്നത്. അപ്പോൾ ഈ കേബിളിനെ നമ്മൾ എടുത്തിട്ട് താഴെ പോകുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഇവിടെ ചെറിയ ഒരു ഫ്രണ്ട് കേബിളിലൊരു മാർക്ക് കൊടുക്കണം. ആണോ? ഫ്രണ്ട് കേബിൾ താഴെ പോകുമ്പോൾ അറിയാനായിട്ടാണ് നമ്മളിവിടെ ഒരു ചെറിയൊരു മാർക്ക്. ഇത് ഫ്രണ്ടിലെടുത്ത് ഉള്ളതെന്നാണ് ഇതിൻ്റെ മാർക്ക്. അപ്പോൾ നമുക്ക് താഴെ ഫിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് മാറില്ല. ഇത് സൈഡിൽ കൂടെ എടുക്കാം, ഇങ്ങനെ നമുക്ക് എടുക്കാം. ആദ്യം ഇതിനെ കൂടെ കൊടുക്കാം. ഇവിടെ കൊടുത്തിട്ട് 2 കേബിൾ നമുക്ക് ഇട്ടതിന് ശേഷം നോക്കാം. എന്താ എടുത്തിട്ട് നമുക്ക് ഇതിനകത്തൂടെ ഈ റബ്ബറിൻ്റെ ബുഷ് വരും, അതിനെ പതുക്കെ ഇടണം. രണ്ടും ഇതിനകത്താണ് വരേണ്ടത്. രണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുഷ് പിന്നെ ഇടാൻ്റെ പാട് വരില്ല. അതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലിടേണ്ട ഈ കോട്ടിങ് വരും. ഇതാണ് ഫ്രണ്ടിലുള്ളത് നമുക്ക് ദാണ്ട് ഇവിടെ നെറ്റില്ലാത്തതാണ്. ഈ നെറ്റുള്ളത് ബാക്കിലാണ് വരുന്നത്. ഇങ്ങനെ കൊടുക്കുക. ബാക്കിലുള്ള നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ എടുക്കണം. സിമ്പിളാണ് കേട്ടോ. വേറെ ജസ്റ്റ് കൊള്ളിച്ച് വെച്ചിരുന്നാൽ മതി. ഈ നെട്ടൊന്ന് തിരുക്കി വെച്ചാൽ മതി. അഡ്ജസ്റ്റിൻ്റെ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇളവി പോവാതെ ഇതിങ്ങനെ നിൽക്കും.
ഫ്രണ്ട് ഇങ്ങനെ കൊടുത്തു, ബാക്കും ഇങ്ങനെ എടുത്തിട്ട് അതൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അതിൽ വേറെ പാടൊന്നുമില്ല. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആക്സിലേറ്റർ കേബിൾ സെറ്റായി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഇട്ട് മുറുക്കി കൊടുക്കാം. ഇനി സ്റ്റെയറും കൂടെ നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് വലിയ ടൈറ്റ് പാടില്ല, പൊട്ടിപ്പോവും. അതുകൊണ്ട് അത്യാവശ്യം ടൈറ്റ് മാത്രമേ ഇതിന് പാടുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലുള്ള സ്വിച്ചിൻ്റെ ഇത്രയേ ഉള്ളൂ. കേബിള് ഇത് രണ്ട് നെട്ടഴിക്കുക, ഈ രണ്ട് ബോൾട്ട്, ഈ രണ്ട് സ്ക്രൂ അഴിച്ചതിന് ശേഷം കേബിള് സിമ്പിളായിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ഫ്രണ്ടിലുള്ള. ഇനി നമുക്ക് ഇത് ടോട്ടൽ ബോഡിക്ക് എങ്ങനെ കൊടുക്കുന്നുള്ളതാണ് കാണുന്നത്. ഇതിനകത്തൂടെ, ഈ ഗ്യാപ്പിനകത്തൂടെയാണ് നമുക്ക് വരാനുള്ളത്. ഇവിടെ ഒരു ടൈ നമുക്ക് കെട്ടാം. അപ്പോൾ ഇത് രണ്ട് കേബിളും നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് കേബിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ വരുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷനാവും, ഇത് മേളിൽ കൊടുക്കുന്നോ താഴെ കൊടുക്കുന്നോ. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ ഇതാണ്. ഇതിലിതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫ്രണ്ടിലിടണം. ആദ്യം നമുക്ക് താഴത്ത് ആദ്യം ഇടാം. താഴത്ത് ഇട്ടിട്ട് കൊടുക്കുക. രണ്ടാമത് മേളിലത്തെ ഇടാം. രണ്ട് കേബിൾ ഇളക്കിയിട്ട് നമുക്ക് ഇത് നേരെ ഇങ്ങനെ കൊടുക്കാന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിനെ ഈ നെട്ടിനെ ടൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ താഴത്ത് ആക്സിലേറ്റർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രീ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രീ ആക്കാം. ഉണ്ടോ, കുറച്ചും കൂടെ ഫ്രീ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രീ ആക്കാം. ഇത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോട്ടൽ കേബിൾ അല്ലെങ്കിൽ ആക്സിലേറ്റർ കേബിൾ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ. വേറെ സിമ്പിളായിട്ട് നമുക്ക് ഇടാവുന്നേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് വേറെ ഒരിതുമില്ലാതെ നമുക്ക് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഭായിമാർ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലെത്താൻ കഴിയും. ഓക്കെ, താങ്ക് യു.